മലയാള താരസംഘടന അമ്മയുടെ യഥാർത്ഥ പ്രശ്നം ഇന്ന് ശ്വേത മേനോൻ പറഞ്ഞതുപോലെ പവർ ഗ്രൂപ്പ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അല്ല, ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ചുമ്മാ അങ്ങനെ പവർ ഗ്രൂപ്പ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ യഥാർത്ഥ പ്രശ്നങ്ങൾ തീരുമോ? എനിക്ക് തോന്നുന്നു അമ്മയിലെ യഥാർത്ഥ പ്രശ്നം മറ്റൊന്നാണ് എന്നാണ്. അതെന്താണെന്നല്ലേ? അത് ഉത്തരവാദിത്തമില്ലായ്മയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്ന കാര്യം പലരുടെയും അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് തന്നെയായിരിക്കും. പക്ഷേ എനിക്ക് പറഞ്ഞേ തീരൂ. നമ്മൾ സ്ത്രീകളെക്കുറിച്ച് പൊതുവെ ഒരു ധാരണയുണ്ട്. പ്രാക്ടിക്കലായി ചിന്തിക്കില്ല, ഇമോഷണലായി മാത്രമേ കാര്യങ്ങൾ അനലൈസ് ചെയ്യൂ എന്നൊക്കെ. അതായത് ഒരു സീരിയസ് ആയ കാര്യം വിശ്വസിച്ച് അവരെ ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന്. പേഴ്സണലായി നോക്കുമ്പോൾ ആ പ്രസ്താവനയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ചില ആളുകളെയും അവരുടെ ചില ചെയ്തികളും കാണുമ്പോൾ ഇവരൊക്കെയല്ലേ അവർ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. പറഞ്ഞു വരുന്നത് അമ്മ എന്ന താരസംഘടനയും അതിലെ ചില സ്ത്രീകളെയും കുറിച്ചാണ്. കുറച്ച് സിനിമാക്കാർ ചേർന്ന് അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ആളുകൾക്കായി തുടങ്ങിയ സംഘടന നല്ല രീതിയിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അറ്റ്ലീസ്റ്റ് ഉള്ളിലെ അപശബ്ദങ്ങൾ നാട്ടുകാർ ഇട്ടലക്കുന്ന സ്റ്റേജിലായിരുന്നില്ല കാര്യങ്ങൾ എന്നെങ്കിലും പറയാം. അങ്ങനെ ഇരിക്കെ സ്ത്രീകൾ മുൻനിരയിൽ വന്നാൽ ആകാശം ഇടിഞ്ഞ് വീഴുമെന്ന് കരുതിയവർക്ക് മുന്നിലേക്ക് ഒരു സ്ത്രീ നെഞ്ചുമിരിച്ച് നടന്നു വരുന്ന കാണാൻ നല്ല ചൊറുക്കുള്ള കാഴ്ചയും നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഭംഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പിന്നെ നമ്മളെല്ലാം അറിഞ്ഞു. അതുവരെ ഇല്ലാത്ത തമ്മിൽ തല്ലും ചീത്തവിളിയും ബഹളങ്ങളും രാജിവെപ്പും തുടങ്ങി സംഘടന ഒരു പൊതു ശല്യമായി മാറുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നിതാ ശ്വേത മേനോൻ വീണ്ടും വന്നിരിക്കുകയാണ്. വീഞ്ഞിപ്പോഴും പഴയത് തന്നെയാണെങ്കിലും കുപ്പി മാത്രം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ചുകൂടി അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാകും പവർ ഗ്രൂപ്പിനൊപ്പം ഹേമ കമ്മിറ്റി എന്നുകൂടി ചേർത്തിട്ടുണ്ട്. സംഘടനയിലെ ചിലരെ മുന്നിൽ നിർത്തി ഹേമ കമ്മിറ്റിയിലെ കുറ്റാരോപിതർ തന്നെ വ്യക്തിപരമായി അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ശ്വേത മേനോന്റെ പുതിയ പ്രധാന ആരോപണം. അതുകൊണ്ട് തന്നെ ശ്വേതയുടെ ഇപ്പോഴത്തെ യുദ്ധം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതര ആരോപണം നേരിടുന്ന പവർ ഗ്രൂപ്പിനോടാണത്രേ. എങ്ങനെയുണ്ട്? കോമഡി അല്ലേ? സംഘടനയിലെ പവർ ഗ്രൂപ്പിന്റെ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടിക്ക് പകരമായി തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും അതിലൂടെ യഥാർത്ഥ വിഷയങ്ങൾ മറച്ചു വെക്കുകയുമാണത്രേ ഇവർ ചെയ്തിട്ടുള്ളത്. മറ്റൊന്നുള്ളത് രാഷ്ട്രീയവും മതവും വർഗീയതയും കൊണ്ടുവന്ന് സംഘടനയെ വിഭജിക്കാൻ ശ്രമിക്കരുത് എന്ന ശ്വേതയുടെ അഭ്യർത്ഥനയാണ്. ഒടുവിൽ തന്നെ ഭയപ്പെടുത്താനോ നിശബ്ദയാക്കാനോ കഴിയില്ലെന്ന് പറഞ്ഞ് ശ്വേത പറഞ്ഞ കാര്യമാണ് ഇന്ന് മലയാളികൾ, അറ്റ്ലീസ്റ്റ് സിനിമയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആഗ്രഹിക്കുന്നത്. അമ്മ ഇതിലും മികച്ചത് അർഹിക്കുന്നുണ്ടത്രേ. പരമമായ സത്യം. സത്യം പറഞ്ഞാൽ ശ്വേത ബജറ്റ് കുറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്ന താല്പര്യമില്ലായ്മയാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തമായി ഒരു കാര്യം ചെയ്യാൻ അറിയില്ല എന്ന് പരസ്യമായി സമ്മതിക്കുക, മാധ്യമങ്ങൾക്ക് മുൻപിൽ രാജിവെക്കുക, എന്നിട്ട് പിന്നാമ്പുറത്തു കൂടി വീണ്ടും തിരിച്ചു കയറുക, നൂറുകണക്കിന് കലാകാരന്മാർ ആശ്രയിക്കുന്ന ഒരു സംഘടനയെ കോടതിയിൽ കയറ്റുക, ഒരു സുഹൃത്ത് വളരെ വ്യക്തിപരമായി സംസാരിച്ച ഫോൺ സംഭാഷണം പബ്ലിക്കായി പുറത്തുവിടുക, പവർ ഗ്രൂപ്പ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞു നടന്ന് സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുക. അങ്ങനെ ഏറ്റവും കോമഡി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും സംഘടനയിൽ തന്നെയുള്ള ഒരു നടി ആക്രമിക്കപ്പെട്ടപ്പോഴും അതിനെ തുടർന്ന് ഒരു കൂട്ടം നടിമാർ സംഘടന വിട്ടുപോയപ്പോഴൊന്നും ഇവർക്കാർക്കും ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് ഒട്ടും അറിവില്ലായിരുന്നു എന്നതാണ്. കഴിഞ്ഞ ഒരു വർഷമായി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ ഇടയ്ക്ക് കളിച്ച രാജിനാടകം പോലും വേണ്ട എന്ന് വെക്കാവുന്ന ഒന്നായിരുന്നു എന്ന് ശ്വേത ഇനി എന്ന് മനസ്സിലാക്കാനാണ്? ഇതുകൊണ്ടുള്ള അപകടം എന്താണെന്നറിയോ? ഇനി ഏതെങ്കിലും ഉത്തരവാദിത്വമുള്ള പദവിയിലേക്ക് സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമൊന്നും മടിക്കും. കാരണം മര്യാദയ്ക്ക് മുന്നോട്ട് പോയിരുന്ന സംഘടന ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ കുടുംബശ്രീ മീറ്റിംഗ് എന്നാണ്. ഗുണപാഠം: അവനവന് പറ്റാവുന്ന പണിക്ക് പോവുക, അല്ലെങ്കിൽ പിന്നെ ചുമ്മാ ഇരിക്കുക, അല്ല പിന്നെ.